കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഭൂമിയാണ്. ബാൽവീർ താൻ കണ്ട ദുഷ്ടദേവത അടിമയാക്കി വച്ചിരിക്കുന്ന കുട്ടിയുടെ അടുത്ത് ചെന്ന് അവനെ റാണി ദേവതയുടെ അനുവാദത്താൽ ദുഷ്ടദേവതയുടെ അടുത്തുനിന്ന് മോചിപ്പിക്കുന്നു. ഈ കാര്യം കുട്ടുമാൻ അറിയുന്നു. പിന്നീട് ദുഷ്ടദേവതയോട് പറയുന്നു. അടുത്തതായി കാണിക്കുന്നത് മനുവിനെയും മഞ്ജുവിനെയുമാണ്. അവർ നടന്നുവരുന്ന വഴിയിൽ മധു വന്ന് അവരെ തടയുന്നു. എന്നിട്ട് അവൻ മനുവിനോട് പറയുന്നു, അവന്റെ നോട്ട് എല്ലാം നാളെ എഴുതിക്കൊണ്ടുവന്നില്ലെങ്കിൽ അവരുടെ നോട്ട്ബുക്ക് മുഴുവനും അവൻ കീറിക്കളയുമെന്ന്. ഇത് കേട്ട് അവർക്ക് ആകെ ഭയമാകുന്നു. പിന്നീട് മനുവിന്റെയും മഞ്ജുവിന്റെയും അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി കാണിക്കുന്നു. അദ്ദേഹത്തിന്റെ ബോസിന്റെ മകനെയാണ് ബാൽവീർ ദുഷ്ടദേവതയുടെ അടുക്കൽ നിന്ന് മോചിപ്പിച്ചത്. അതുകൊണ്ട് അയാൾ കമ്പനിയിലുള്ള എല്ലാവർക്കും പാർട്ടി നൽകുമെന്ന് പറയുന്നു. അടുത്തതായി ബാലു ജോലി ചെയ്യുന്ന ചായക്കട കാണിക്കുന്നു. അതിന്റെ ഉടമസ്ഥൻ മനുവിന്റെയും മഞ്ജുവിന്റെയും അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയിലേക്ക് ചായയും ബിസ്ക്കറ്റും കൊടുക്കാൻ പറഞ്ഞു വിടുന്നു. അവൻ അത് കൊടുക്കാൻ പോകുന്ന വഴിയിൽ വച്ച് സൗന്ദര്യ ദേവതാ ലോകത്തേക്ക് വിളിക്കുന്നു. ബാലു അവിടെയുള്ള ദേവതമാർക്കും ദുണ്ടുമാനും ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നു. അടുത്തതായി മനുവിന്റെയും മഞ്ജുവിന്റെയും അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി കാണിക്കുന്നു. അവിടത്തെ ബോസ് ചായയും ബിസ്ക്കറ്റും കിട്ടാത്തതിനാൽ ചായക്കടയുടെ ഉടമസ്ഥനെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് ബാലു അങ്ങോട്ടേക്ക് വരുന്നു. സമയത്ത് എത്താത്തതും ചായയും ബിസ്ക്കറ്റും ഇല്ലാതെ അവിടെ എത്തിയതും കാരണം അവനെ കുറ്റം പറയുന്നു. ഇത് കണ്ട മനുവിന്റെയും മഞ്ജുവിന്റെയും അച്ഛൻ ബാലുവിനോട് ആ കടയിലെ ജോലി ഉപേക്ഷിക്കാനും അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാമെന്നും പറയുന്നു.